ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ BEd കോളേജിലെ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഈ പ്രോഗ്രാമിന് രാവിലെ തൊട്ട് ഇന്ന് കുട്ടികളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ് കുട്ടികൾ. ഇന്ന് 2 ദിവസം രാത്രി ഇവിടെ കുട്ടികൾ സ്റ്റേ ആണ്. അങ്ങനെ 4 ദിവസത്തെ ലിവിംഗ് ക്യാമ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ആദ്യത്തെ സെക്ഷൻ പോലെ ഒരു വാമപ്പ് സെക്ഷൻ ഞാൻ കൊടുത്തായിരുന്നു കുട്ടികൾക്ക്. എല്ലാവരും ജസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് ഓടിച്ച് വാമപ്പെല്ലാം കുറച്ച് സ്ട്രെച്ചിങ് എല്ലാം കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു ഫിറ്റ്നസ് ക്ലാസ് ഉണ്ട്. അത് പുറത്തുനിന്നൊരു ക്ലാസ് എടുക്കുന്ന വ്യക്തി വന്നിട്ടുണ്ട്. ആഷിഫ് സാർ ഒരു പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ ആട്ടോ. വടക്കഞ്ചേരി ഫിറ്റ്നസ് സെൻ്ററിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിയുടെ ക്ലാസ് അത്യാവശ്യം എല്ലാവർക്കും യൂസായി തോന്നുന്നു. അങ്ങനത്തെ എല്ലാവരും വാം സെക്ഷനൊക്കെ കഴിഞ്ഞത് ഒരു പേഴ്സണൽ ഫിറ്റ്നസിൻ്റെ ഒരു ലോവർ ബോഡി സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യിപ്പിക്കുന്നത് പുള്ളി. ഇന്നത്തെ ഏതാണ്ട് 1 മണിക്കൂറോളം പുള്ളിയുടെ സെക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ സ്കൂളിൽ വന്നതുപോലെ ക്ലാസ് എടുത്തതിൻ്റെ പേരിൽ ടീച്ചറുടെ ഭാഗത്തൊരു മൊമെൻ്റോ എല്ലാം കൊടുത്ത് പുള്ളി ആദരിച്ചിട്ടോ. അങ്ങനെ മോർണിംഗത്തെ ഫിസിക്കൽ ആക്ടിവിറ്റി സെക്ഷൻ കഴിഞ്ഞ ശേഷം കുട്ടികളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് പോകാം കേട്ടോ. തീർച്ചയായും ഞാൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഊട്ടുപുരയിലോട്ട് പോയിട്ടാ. പിന്നെ അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നേ. അപ്പോൾ അത് കഴിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പോൾ തന്നെ വിളമ്പി കൊടുക്കുക റിസപ്ഷൻ കമ്മിറ്റി ചാൾസ് സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു കേട്ടോ. അടുത്ത മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പിൻ്റെ ഇനോഗ്രേഷൻ ആട്ടോ. അപ്പോൾ വെൽക്കം ഡാൻസിന് വേണ്ടി ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വേറെ ഡാൻസ് കൂടി ഉണ്ട് സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതിനുള്ള റെഡിയാണ്. ഇന്നത്തെ ഗസ്റ്റ് വന്നിട്ട് കേണൽ പത്മനാഭൻ സാറുണ്ട്. അപ്പോൾ സാറിൻ്റെ പ്രസൻസ് വളരെ വലുതാണ്. അപ്പോൾ സാർ എത്തിയിരുന്നു. അപ്പോൾ സാറിനെ വെൽക്കം ചെയ്ത് ഞങ്ങളത് ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം കൂടി സാറിനെ ഓഫീസിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഈ സമയത്ത് മോളിൽ ഓഡിറ്റോറിയത്തിൽ ഉസ്മാൻ്റെ നേതൃത്വത്തിൽ അവസാന ഘട്ട ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ലൈറ്റും സൗണ്ടിൻ്റെയൊക്കെ ഏതാണ്ട് ശ്രീനാഥും റെക്സിനും അതെല്ലാം ഭംഗിയായി ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ട്രോഫി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റിൻ്റെ കഴിഞ്ഞ് ട്രോഫി കൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡൻസിനൊക്കെ ഉള്ളതാണ്ടത്. ഇങ്ങനെ പുറത്ത് ഈ സമയത്ത് നല്ല ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് വരാൻ സമയമായിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്റ്റേജിൻ്റെ ഇൻസൈഡ്. അങ്ങനെ ഗസ്റ്റായ നമ്മുടെ ബാലേന്ദ്രൻ സാറ്, അതുപോലെ തന്നെ വിജയൻ സാറും അങ്ങനെ ഗസ്റ്റുകളെല്ലാം തന്നെ ഓഡിറ്റോറിയത്തിലൂടെ വന്ന് കയറിയേ. This is Meenakshi, a singer, a dancer, and whatnot of this PHJ College Alappur. By the way, this is Aparna Anil Kumar, our most energetic chairperson of 2023-25 batch from English option. Honorable Chief Guest, Principal, teachers, and my dear friends, welcome to our much anticipated college day celebration. ചിത്രയുടെ ക്ലാസിക്കൽ വെൽക്കം ഡാൻസോട് കൂടി പരിപാടിക്ക് ആരംഭമായി. അതിന് ശേഷം ഒരു പാട്രിയോട്ടിക് ഡാൻസ് കൂടി ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിരുന്നു. കാരണം ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വീഡിയോ ഒന്ന് കാണാൻ മറക്കല്ലേ. ഗസ്റ്റിന് വെൽക്കം ചെയ്യാനുള്ള ഗേൾസ് ആണ്. അവർ കോസ്റ്റ്യൂംസ് ഒക്കെ സുന്ദരിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഓരോ ഗസ്റ്റിനായിട്ട് നമ്മൾ വേദിയിലോട്ട് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കേണൽ പത്മനാഭൻ സാറിനെ നമ്മൾ നേരെ സ്റ്റേജിലോട്ട് ആനയിച്ചുകൊണ്ടിരുന്നുണ്ട്. അതുപോലെ തന്നെ ബാലേന്ദ്രൻ സാറിനെയും വിജയൻ സാറിനെയും ബാലാംബിക മേഡത്തിനും എല്ലാവരും തന്നെ സ്റ്റേജിലോട്ട് കുട്ടികൾ പൂച്ചെണ്ടും കൊടുത്ത് സ്വീകരിച്ചുകൊണ്ടിരുത്തിയത്. അതിനുശേഷമായിരുന്നു നമ്മൾ നിലവിളക്ക് കൊളുത്തിയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമൊക്കെ നടന്നു. ബാലേന്ദ്രൻ സാറും വിജയൻ സാറും കേണൽ സാറും ബാലാംബിക മേഡം, അതുപോലെ നമ്മുടെ ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിനിധിച്ചുകൊണ്ട് ശലഭ ടീച്ചറിൻ്റെ അങ്ങനെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരും തന്നെ വിളക്കെല്ലാം കൊളുത്തി അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കേണൽ സാർ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു മൊമെൻ്റോ എല്ലാം കൊടുത്തിട്ട് അപ്പോൾ സാറിൻ്റെ സ്പീച്ചൊക്കെ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എല്ലാവർക്കും തന്നെ. ബാലേന്ദ്രൻ സാറും വിജയൻ സാറും കുട്ടികൾക്ക് ആശംസകളൊക്കെ നൽകിയേ. പിന്നെ കൂടാതെ കുറച്ച് ലാസ്റ്റ് ഇയറിലെ ബെസ്റ്റ് സ്റ്റുഡൻസിന് കുറേ അവാർഡ്സ് എല്ലാം കൊടുക്കേണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ഭാര്യമാരുടെ BEd ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മൊമെൻറ്റും കൊടുക്കും. കാരണം അവരൊക്കെ നമ്മൾ ആദരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അവരുടെ ഹസ്ബൻഡ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനത്തിന് ഇവരെ നമ്മളവരുടെ ഫാമിലി സപ്പോർട്ടിനെ കൂടി ആദരിക്കേണ്ടതായിരുന്നു കേട്ടോ. അക്കാഡമിക് ഇയറിൽ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പുറത്ത് കൾച്ചറൽ ഇവൻറ്റിൽ പങ്കെടുത്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള മൊമെൻറ്റും സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്തു കേട്ടോ. അങ്ങനെ അതും നമുക്കൊരു കുട്ടികൾക്ക് ഇൻസ്പിറേഷനായി. കൂടാതെ സാറിൻ്റെ സ്പീച്ച് ഗംഭീരമായിരുന്നു കേട്ടോ. അതൊന്നും പ്രത്യേകം പറയേണ്ട തന്നെയാണ്. ഫൈനലാണ് സാർ ഒരിക്കൽ കൂടി വിളിക്കുമോ? എന്നാൽ ഞങ്ങൾ ഒന്നുകൂടെ നോക്കാമെന്ന് പറയരുത്. ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവരും കൂടി ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തേ. അതിനുശേഷം ലഞ്ചായിരുന്നു കേട്ടോ. ലഞ്ച് പിന്നെ സദ്യയായിരുന്നു, ഒന്നും പറയാനില്ല. ചോറ്, സാമ്പാർ, പപ്പടം, അവിയൽ, കൂട്ടുകറി, അച്ചാറ്, അങ്ങനെ ഇന്ന് വേണ്ട എല്ലാ സെറ്റപ്പ്, ഒരു പായസവും അങ്ങനെ എല്ലാം കൂടി ഗംഭീര സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ 3 മണിക്ക് കൾച്ചറൽ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തു.
Okay, so we are so happy. എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേന. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരമില്ലേ? തിരിച്ചു നമസ്കാരമില്ലേ? ഇപ്പോഴെല്ലാം കഴിഞ്ഞ വൈകുന്നേരം 6 മണിയോട് കൂടി ഒരു പ്രയർ സെക്ഷൻ ഉണ്ടായിരുന്നേ. അത് എല്ലാ മതവിശ്വാസികളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെതായ രീതിയിലൊരു നല്ല വശങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രയർ ആയിരുന്നു. എന്തായാലും കുട്ടികളെ യൂസായി. അടുത്ത പീരീഡ് നാടൻപാട്ടായിരുന്നു. നാടൻപാട്ട് കലാകാരന്മാരെ ആദരിക്കുകയുണ്ടായി. അതിന് ശേഷം അവർക്കുള്ള ഓണറേയും കൊടുത്തു. പിന്നെ ശേഷം നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരുമായിട്ട് ചേർന്നിട്ട് എന്തായാലും അവർക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു ടീമാണ് നമ്മുടെ ശ്രീനാഥും റെക്സിൻ്റെയും ടീം. ഇത് ലൈറ്റും സൗണ്ടും സ്റ്റേജും വരിക കേട്ടോ. ഒരു രക്ഷയും നല്ല സൂപ്പറായിരുന്നു.
അങ്ങനെ അതിഗംഭീരമായ ഒരു ദിവസത്തിൻ്റെ അവസാനം കുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് രാത്രി ഡിന്നറിന് വന്നിട്ട് കഞ്ഞിയുണ്ട്, ചമ്മന്തി, അച്ചാർ, പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം നീട്ടിക്കൊണ്ടുപോയതിൻ്റെ കാരണം വെച്ചാൽ പിന്നീട് കാണുമ്പോൾ ഒരുപാട് പേർക്ക് കുറേയേറെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ലെങ്തി ആക്കി. ഒന്നും കളയാനില്ല. കാരണം ഒരു ഹോൾ ഡേയുടെ ഒരു 20 മിനിറ്റായി കുറയ്ക്കാൻ പറ്റ പാടെ എനിക്ക് അറിയുള്ളൂ. എനിവേ, താങ്ക് യു.